ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം എന്ന വിഷയത്തിലെ മറ്റൊരു പുതിയ പാഠഭാഗമാണ് കേട്ടോ. നമ്മൾ 9ാമത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആരോഗ്യം സമ്പത്ത് എന്നുള്ള പാഠഭാഗമാണ്. 8ാമത്തെ പാഠഭാഗം വരെ നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ, പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് 9ാമത്തെ ചാപ്റ്റർ കേട്ടോ. എന്താണ് പാഠഭാഗത്തിൻ്റെ പേര് മക്കളെ? ആരോഗ്യം സമ്പത്ത്. ഓക്കെ കൂട്ടുകാരെ, അപ്പം നമ്മുടെ പാഠഭാഗത്തിലോട്ട് പോകുന്ന സമയത്ത് മക്കൾക്ക് അവിടെ 2 പുതിയ കൂട്ടുകാരെ കാണാം. ആരൊക്കെയാണ്? ഒരു ഈച്ചയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു കൊതുകുമാണ് നമ്മുടെ പാഠഭാഗത്ത് മെയിനായിട്ടുള്ള ആളുകൾ അല്ലേ. അപ്പം ആരോഗ്യം എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 2 ആളുകളാണ് ഈച്ചയും കൊതുകും അല്ലേ. നമ്മുടെ നല്ല ആരോഗ്യത്തിന് ഇവന്മാർ നമ്മുടെ ചുറ്റിലും പറ്റുമോ മക്കളെ? ഇല്ല അല്ലേ. നമുക്ക് അവയൊക്കെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് തുരുത്തി ഓടിച്ചാൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകളായിട്ട് നമുക്ക് നന്നായിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ കാര്യമൊക്കെ മക്കൾക്ക് അറിയാലോ. ഓക്കെ, എങ്കിൽ നമ്മുടെ പാഠഭാഗത്തോട്ട് പോവാം അല്ലേ. എന്തായിരുന്നു പാഠഭാഗത്തിൻ്റെ പേര്? ആരോഗ്യം സമ്പത്ത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? നിങ്ങളുടെ മലയാളത്തിൻ്റെ ടെക്സ്റ്റ് പുസ്തകം കയ്യിലെടുക്കുക കേട്ടോ. അതിൽ 9ാമത്തെ പേജ് 9ാമത്തെ പാഠഭാഗം എല്ലാവരും എടുത്ത മക്കളെ. എന്നിട്ട് മിസ്സ് വായിക്കുന്ന സമയത്ത് മിസ്സ് വായിക്കുന്ന ഓരോ വരിയുടെയും താഴെ നിങ്ങൾ എന്ത് ചെയ്യണം? കൈവെക്കണം കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും റെഡിയാണല്ലോ? നോക്കിക്കേ. അയ്യോ വിശന്നിട്ട് വയ്യ. കുറുമ്പനീച്ച അലറിക്കരഞ്ഞു. എനിക്ക് വിശപ്പ് മാറിക്കിട്ടി. കൊതിച്ചിക്കൊതുക് ആശ്വാസത്തോടെ പറഞ്ഞു. അതെങ്ങനെ? കുറുമ്പൻ ചോദിച്ചു. ദാ അവിടെ ഒരു ചെറുക്കൻ, ഞാൻ അവനെ കുത്തി. നല്ല രുചിയുള്ള ചോര. കൊതിച്ചിക്കൊതുക് ചിരിച്ചു. അയ്യോ വിശക്കുന്നേ. കുറുമ്പൻ പിന്നെയും നിലവിളിച്ചു. അതാ ആ ചെക്കൻ, അവൻ ഭക്ഷണത്തിൻ്റെ മുന്നിലാണ്. നിനക്കെന്തെങ്കിലും കിട്ടാനിടയുണ്ട്. കൊതിച്ചി കുറുമ്പനെ സമാധാനിപ്പിച്ചു. ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നു. നമ്മൾ രോഗങ്ങൾ പരത്തുന്നവരാണെന്ന് അവർക്കറിയാം. നീ എൻ്റെ കൂടെ വരുമോ? കുറുമ്പൻ ചോദിച്ചു. ഓക്കെ മക്കളെ, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ആരൊക്കെക്കുറിച്ചാണ്? കുറുമ്പനീച്ചയുണ്ടല്ലേ. ആരാണ്? ഇതാരാണ് മക്കളെ? നമ്മുടെ കുറുമ്പനീച്ചയാണല്ലേ. പിന്നെ ഇതാരായിരുന്നു? കൊതിച്ചി കൊതുകാണല്ലേ. കുറുമ്പൻ ഈച്ചയും കൊതിച്ച് കൊതുകിനെയും കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. ആരൊക്കെയായിരുന്നു? കുറുമ്പൻ ഈച്ച കേട്ടോ എന്ന് പറഞ്ഞ മക്കളെ. ഏതാണ്? കുറുമ്പൻ ഈച്ചയും കൊതിച്ചി കൊതുകിനെയും കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ കുറുമ്പനീച്ച എന്തിനായിരുന്നു മക്കളെ അലറിക്കരഞ്ഞത്? അവന് അയ്യോ വിശന്നിട്ട് വയ്യേ എന്ന് പറഞ്ഞിട്ടാണ് കുറുമ്പനീച്ച അലറിക്കരയുന്നതല്ലേ. പക്ഷേ കൊതിച്ച് കൊതുകാണെങ്കിൽ എന്താണ് പറഞ്ഞത്? എൻ്റെ വിശപ്പൊക്കെ മാറിക്കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ആശ്വാസത്തോടെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ കുറുമ്പൻ ചോദിച്ചു, എങ്ങനെയാണ് നിൻ്റെ വിശപ്പൊക്കെ മാറിയത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താണ്? അവിടെ ഒരു ചെറുക്കനുണ്ടായിരുന്നു അല്ലേ. അതായത് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവനെയാണ് ചെറുക്കൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ അവനെ എന്ത് ചെയ്തു? ഞാൻ അവനെ കുത്തിയപ്പോൾ നല്ല രുചിയുള്ള ചോര കിട്ടിയെന്ന് ആര് പറഞ്ഞു? നമ്മുടെ കൊതിച്ച് കൊതുക് പറഞ്ഞു അല്ലേ. അപ്പം പാവം നമ്മുടെ കുറുമ്പനീച്ച വീണ്ടും പറയാണ്, അയ്യോ എനിക്ക് വിശക്കുന്നേ എന്ന് പറയാണ്. അപ്പം നമ്മുടെ കൊതിച്ച് കൊതുക് അവനൊരു വഴി പറഞ്ഞു കൊടുത്തു. എന്താണ്? ആ ചെറുക്കൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ഭക്ഷണത്തിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പം നീ ഒന്ന് അങ്ങോട്ട് പോയി നോക്ക്, നിനക്ക് എന്തെങ്കിലും കിട്ടാൻ ഇടയുണ്ട് എന്ന് ആര് പറയാണ്? നമ്മുടെ കൊതിച്ച് കൊതുക് കുറുമ്പനീച്ചയോട് പറഞ്ഞു കൊടുക്കുകയാണല്ലേ. അപ്പോൾ കുറുമ്പനീച്ച പറയാണ്, നമ്മളെല്ലാം രോഗം പരത്തുന്നവരാണ് അല്ലേ, നമ്മളെല്ലാവരും അസുഖം പരത്തുന്നവരാണ് എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് എന്താണ്? അവർ നമ്മളെ കാണുന്ന സമയത്ത് എന്തെങ്കിലും അക്രമം കാണിക്കുമോ എന്നുള്ള പേടി കുറുമ്പനീച്ചയ്ക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ അവൾ പറയാണ്, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നുണ്ട്, നീയും കൂടി എൻ്റെ കൂടെ വാ എന്ന് നമ്മുടെ കുറുമ്പനീച്ച കൊതിച്ചി കൊതുകിനോട് പറയാണല്ലേ. ഓക്കെ മക്കളെ, പിന്നീട് നമ്മുടെ കുറുമ്പനീച്ചയ്ക്കും കൊതിച്ചി കൊതുകിനും എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? അപ്പം നോക്കിക്കേ മക്കളെ, നമ്മുടെ കൊതിച്ചി കൊതുക് പറയാണ്, അയ്യോ ഞാനില്ല, എനിക്ക് മുട്ടയിടാൻ നേരമായി. കൊതിച്ചി ഒഴിഞ്ഞു മാറി. മുട്ടയിടാനോ? എവിടെ? കുറുമ്പൻ ചോദിച്ചു. കെട്ടിക്കിടക്കുന്ന ജലം തേടി അലയണം, കൊതിച്ചി പറഞ്ഞു. എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും തിന്നട്ടെ, നമുക്ക് പിന്നെ കാണാം.
കുറുമ്പൻ ഭക്ഷണമേശയ്ക്ക് നേരെ പറന്നു. കൊതി കൊതിച്ച് കൊതിയനീച്ച പറ പറന്നു വന്നു, പറ പറന്നു വന്നു. ചേറിലും ചോറിലും മാറി മാറിയിരുന്നു. കൊതി കൊതിച്ചു കൊരുത്തി പറ പറന്നു വന്നു, പറ പറന്നു വന്നു. സൂചി കുത്തി ചോരയൂറ്റി മൂളി മൂളി പറന്നു. ഓക്കെ മക്കളെ, എന്താണ് പിന്നീട് ഇവിടെ സംഭവിച്ചത്? നമ്മുടെ കുറുമ്പനീച്ച ആരെ വിളിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ കൊതികിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തിനായിരുന്നു വിളിച്ചത്? അവന് ആ ചെറുക്കൻ്റെ ഭക്ഷണത്തിലേക്ക് പോകാനായിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? പക്ഷേ നമ്മുടെ കൊതിച്ചി എന്ത് പറഞ്ഞു? അയ്യോ ഞാനില്ല, എനിക്ക് മുട്ടയിടാൻ നേരമായി എന്ന് പറഞ്ഞിട്ട് അവൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അല്ലേ? അപ്പം നമ്മുടെ കുറുമ്പനൊരു സംശയം, മുട്ടയിടാനോ? എവിടെയാണ് നീ മുട്ടയിടുന്നത് എന്ന് അവൾ ചോദിച്ചു അല്ലേ? അപ്പം നമ്മുടെ കൊതിച്ചി എന്തായിരുന്നു മറുപടി പറഞ്ഞത്? കെട്ടിക്കിടക്കുന്ന ജലം തേടി അലയണം അല്ലേ? ആ ജലത്തിലാണ് ആരെ മുട്ടയിടുക മക്കളെ? നമ്മുടെ കൊതുകുകൾ മുട്ടയിട്ട് പെരുക അല്ലേ? അപ്പം അവൾ പറയാണ് കെട്ടിക്കിടക്കുന്ന ജലം തേടി വേണം അലയാനായിട്ട്. അപ്പം നമ്മുടെ കുറുമ്പനീച്ച എന്ത് പറഞ്ഞു? എന്നാൽ ഞാൻ പോയിട്ട് എന്തെങ്കിലും തിന്നത്തെ എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യാണ്? പോവാണല്ലേ? ഭക്ഷണമേശയ്ക്ക് നേരെ പറക്കാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം മനസ്സിലായിട്ടുണ്ടോ എന്താണ് നമ്മുടെ ആരോഗ്യം സമ്പത്ത് എന്നുള്ള പാഠഭാഗത്ത് പറയുന്നത്? ആരൊക്കെക്കുറിച്ചാണ്? കുറുമ്പനീച്ചയും അതുപോലെ തന്നെ കൊതുകിനെയും കുറിച്ചിട്ടാണല്ലേ. അവർ രണ്ടുപേരും നല്ല ആളുകളാണോ? അല്ല അല്ലേ, അവരെന്താണ് ഒരുപാട് അസുഖങ്ങൾ, ഒരുപാട് രോഗങ്ങൾ പരത്തുന്ന ആളുകളാണല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും മറ്റിലൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കൂലേ, അവർ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പോയിരിക്കും. അതുപോലെ തന്നെ പാറി വന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കൂലേ. അപ്പോൾ എന്താണ് മക്കളെ സംഭവിക്കുന്നത്? ഈ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് അവരുടെ ചിറകിലും ദേഹത്തും അതുപോലെ തന്നെ അവരുടെ കാലിലൊക്കെ എന്ത് പറ്റും? ഒരുപാട് അണുക്കൾ പറ്റിയിരിപ്പുണ്ടായിരിക്കില്ലേ. അതെല്ലാം വെച്ചിട്ടാണ് അവ നമ്മളെ ആഹാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അണുക്കളെല്ലാം ആഹാരത്തിലാവുകയും അത് നമ്മൾ കഴിക്കുകയും അതൊക്കെ നമ്മുടെ ശരീരത്തിലെത്തുകയും നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരാനൊക്കെ ഇടയാക്കൂലേ. അതുപോലെ തന്നെയാണ് കൊതുകിൻ്റെ കാര്യവും പറയുമ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ വന്നൊക്കെ എന്ത് ചെയ്യും? സൂചി പോലെ അങ്ങനെ കുത്തൂല്ലേ. എന്നിട്ട് നമ്മുടെ ചോരയെല്ലാം വലിച്ചു കുടിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും? തരും ഒരുപാട് അസുഖങ്ങളും തരൂല്ലേ. കാര്യം മറ്റ് രോഗങ്ങളൊക്കെയുള്ള ആളുകളെയൊക്കെ കുത്തിയിട്ടുണ്ടായിരിക്കും അത്. അതേപോലെ നമ്മുടെ ദേഹത്തും വന്ന് അത് കുത്തുന്ന സമയത്ത് നമുക്ക് എന്ത് പകരും? അസുഖങ്ങൾ വരാനുള്ള ഇടയുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ കൊതുക് എവിടെയാണ് മുട്ടയിട്ട് പെരുകുന്നതെന്ന് പറഞ്ഞു? കെട്ടിക്കിടക്കുന്ന ജലത്തിലാണല്ലേ. അപ്പം ഇവയൊക്കെ പെരുകാൻ എന്ത് കാരണമാകുന്നുണ്ട്? നമ്മുടെ വൃത്തിയില്ലാത്ത ചുറ്റുപാട് അതിന് കാരണമാകുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ഇതാണ് നമ്മുടെ പാഠഭാഗത്തിൽ ആദ്യം പറയുന്ന കാര്യം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കഥ വായിച്ചല്ലോ, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് മക്കളെ നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ? ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഈ രണ്ടാളുകളെ കുറിച്ചല്ലേ നമ്മുടെ കഥയിൽ പറയുന്നത്. കുറുമ്പനീച്ചയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൊതുകിനെയും കുറിച്ചല്ലേ നമ്മുടെ പാഠഭാഗത്ത് പറയുന്നത്. ഓക്കെ മക്കളെ, ഇനി നമ്മൾക്ക് മറ്റൊരു കാര്യം അവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണം തേടിപ്പോയ കുറുമ്പനീച്ചയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ് ചോദിച്ചത്. എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം മക്കളെ? നിങ്ങളെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണ മേശയുടെ അടുത്തേക്ക് ഈച്ചയൊക്കെ പറന്നു വരുന്ന സമയത്ത് നമ്മൾ അവരെ കണ്ടാൽ എന്ത് ചെയ്യും മക്കളെ? എന്ത് ചെയ്യും മക്കൾ? മനസ്സിൽ ആലോചിച്ചോ? അതുപോലെയൊക്കെ ആയിരിക്കുമോ നമ്മുടെ കുറുമ്പനീച്ചയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. നമുക്ക് നോക്കാം അല്ലേ. അതിനായിട്ട് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, അവിടെ നമ്മുടെ ചെറുക്കനെ അവിടെ ചിത്രത്തിൽ കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ആര് വരുന്നുണ്ട് മക്കളെ? നമ്മുടെ കുറുമ്പനീച്ച പറന്ന് വരുന്നുണ്ട്. അവനെ ആര് കണ്ടിട്ടുണ്ട്? കുറുമ്പനെ നമ്മുടെ കുഞ്ഞവിടെ കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ സിദ്ധു എന്നാണ് നമ്മുടെ ചെറുക്കൻ്റെ പേര് കേട്ടോ. അവൻ എന്ത് കണ്ടിട്ടുണ്ട്? ആരെ കണ്ടിട്ടുണ്ട്? നമ്മുടെ കുറുമ്പനീച്ചയെ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ അവൻ്റെ മുഖത്തുള്ള ഭാവം നോക്കിക്കേ. എന്താണ് മക്കളെ? നല്ല ദേഷ്യത്തിലാണല്ലേ. നമ്മുടെ കുറുമ്പനീച്ചയെ അടിക്കാനുള്ള ഭാവത്തിൽ അവന് കൈ ഓങ്ങുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇനി നമുക്ക് വായിക്കാനായിട്ട് അവിടെ തന്നിട്ടുള്ള ബാക്കി ഭാഗം നോക്കാം കേട്ടോ. നോക്കിക്കേ, വായിക്കാം. ഊണ് കഴിക്കുന്ന സിദ്ധു. കണ്ടോ മക്കളെ, ചിത്രത്തിൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധുവിനെ നമുക്ക് കാണാം അല്ലേ. കുറുമ്പനീച്ച പറന്നു വരുന്നു, പാത്രത്തിന് ചുറ്റും പാറി നടക്കുന്നു. കുറുമ്പനീച്ച വിശക്കുന്നേ വിശക്കുന്നേ. സിദ്ധു അയ്യേ ഈച്ച. കുറുമ്പൻ പാത്രത്തിലിരിക്കാൻ ശ്രമിക്കുന്നു. സിദ്ധു ആട്ടിപ്പായിക്കുന്നു. ഈച്ച പിന്നെയും ചുറ്റി പറക്കുന്നു. കുറുമ്പനീച്ച വിശക്കുന്നേ വിശക്കുന്നേ. അപ്പം നോക്കിക്കേ മക്കളെ, എന്താണ് അവിടെ തന്നിട്ടുള്ളത്? നമ്മുടെ സിദ്ധു ഭക്ഷണം കഴിക്കാനിരിക്കുകയാണല്ലേ. അപ്പം നമ്മുടെ കുറുമ്പനീച്ച വിശക്കുന്നേ വിശക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പാത്രത്തിന് ചുറ്റും അങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. അപ്പം
അപ്പോൾ ഈച്ചയെ കണ്ടതും സിദ്ധു അയ്യേ ഈച്ച എന്ന് പറഞ്ഞിട്ട് അതിനെ ആട്ടിപ്പായിപ്പിക്കാനായിട്ട് നോക്കുകയാണല്ലേ. പക്ഷെ എന്താണ് ഈച്ച പിന്നെയും ചെയ്യുന്നത്? പാത്രത്തിന് ചുറ്റും ചുറ്റി പറക്കുകയാണല്ലേ. എന്നിട്ട് വിശക്കുന്നേ എന്നവന് പറയാണല്ലേ. ഓക്കെ മക്കളെ, അപ്പം പിന്നീട് ചിത്രത്തിൽ നോക്കിക്കേ, ആരാണ് അവിടെ വന്നിട്ടുള്ളത്? ഒരു മുത്തശ്ശി വന്നിട്ടുണ്ടല്ലേ, സിദ്ധുവിൻ്റെ മുത്തശ്ശി വന്നിട്ടുണ്ട്. അപ്പം സിദ്ധു എന്താ പറയുന്നത് നോക്കിക്കേ, മുത്തശ്ശി ഓടിവാ, ഈച്ച എൻ്റെ പാത്രത്തിലിരിക്കുന്നു, മുത്തശ്ശി വരുന്നു അല്ലേ. അപ്പം സിദ്ധു മുത്തശ്ശിയെ വിളിക്കുകയാണല്ലോ, മുത്തശ്ശി ഓടിവാ, ഈച്ച എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ പാത്രത്തിലിരിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി എന്ത് ചെയ്യുന്നു? മുത്തശ്ശി അവിടേക്ക് വരികയാണല്ലേ. അപ്പം മുത്തശ്ശി പറയാണ്, ഈച്ചയെ ആട്ടിപ്പായിക്കി. എന്താണ് പറഞ്ഞത്? ഈച്ചയെ ആട്ടിപ്പായിക്കി എന്ന് പറയുകയാണല്ലേ സിദ്ധു. ഈച്ച പിന്നെയും വരുന്നു മുത്തശ്ശി. മുത്തശ്ശിയും സിദ്ധുവും ചേർന്ന് ഈച്ചയെ തുരത്തുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു നമ്മുടെ സിദ്ധു? മുത്തശ്ശി ഞാൻ ഈച്ചയെ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ആട്ടിപ്പായിക്കുന്നുണ്ട്, പക്ഷെ അവന് പിന്നെയും വരികയാണ് എന്ന് നമ്മുടെ സിദ്ധു മുത്തശ്ശിയോട് പറയുകയാണല്ലേ. മുത്തശ്ശി, ഈച്ചയെ ആട്ടിപ്പായിച്ചല്ലോ, ഇനി ഊണ് കഴിക്കാം. സിദ്ധു ഊണ് കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയും സിദ്ധും കൂടി എന്ത് ചെയ്തു? ഈച്ചയെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു അല്ലേ. അങ്ങനെ വീണ്ടും സിദ്ധു എന്ത് ചെയ്യാണ്? ഊണ് കഴിക്കുകയാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, നമുക്ക് അഭിനയിക്കാൻ പാകത്തിന് ഒരു നാടകം എന്നുള്ള രീതിയിലാണ് നമുക്കവിടെ ഓരോ സിറ്റുവേഷനും അവിടെ തന്നിട്ടുള്ളത് അല്ലേ. മുത്തശ്ശി വരുന്നതും മുത്തശ്ശി പറയുന്ന ഡയലോഗും സിദ്ധു പറയുന്ന ഡയലോഗും ഒക്കെ അവിടെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ഇനി അവിടെ നാടകമാക്കാം എന്നുള്ളൊരു ഭാഗം തന്നിട്ടുണ്ട് കേട്ടോ. പാഠഭാഗം കൂട്ടുകാരോടൊത്ത് അഭിനയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ഈച്ചയും കൊതുകൊക്കെ ആയിട്ടുള്ള കൂട്ടുകാർ അഭിനയിക്കണം. അതുപോലെ തന്നെ മുത്തശ്ശിയായിട്ട് ഒരാൾ വേണം, പിന്നെ സിദ്ധു ആയിട്ട് ഒരാളൊക്കെ അഭിനയിക്കണം. അപ്പോൾ അത് മക്കൾ നിങ്ങളുടെ ക്ലാസ്സിൽ ആ ഒരു പ്രവർത്തനം ചെയ്യും കേട്ടോ. അപ്പോൾ മക്കൾക്ക് കിട്ടുന്ന റോൾ ഏതാണോ അത് ഭംഗിയായിട്ട് മക്കൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ നാടകമാക്കിയിട്ട് അവതരിപ്പിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം ഒരിക്കൽ കൂടി നമ്മുടെ ആരോഗ്യം സമ്പത്ത് എന്നുള്ള പാഠഭാഗം മക്കൾ വായിച്ചു നോക്കുക. എല്ലാ കൂട്ടുകാരും 2 പ്രാവശ്യം പാഠഭാഗം വായിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു പേജ് എന്ത് ചെയ്യുക? നമ്മുടെ ഗ്രൂപ്പിലോട്ട് വോയിസ് അയക്കുക കേട്ടോ. ഒരുപാട് ഭാഗം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതിൽ മക്കൾ ഏതെങ്കിലും ഒരു ഭാഗം എന്ത് ചെയ്യുക? വായിച്ചിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് നിർബന്ധമായിട്ടും മക്കൾ വോയിസ് അയക്കണം കേട്ടോ. മിസ്സ് നോക്കും ആരൊക്കെയാണ് വായിച്ചത്. അപ്പോൾ ചില കൂട്ടുകാർക്ക് ചിലപ്പം ഗ്രൂപ്പിലോട്ട് വായിച്ചിടാൻ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ മക്കൾ മിസ്സിന് പേഴ്സണലായിട്ട് അയച്ചാലും മതി കേട്ടോ. നിർബന്ധമായിട്ടും പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ മിസ്സിന് വായിച്ചിട്ട് വോയിസ് അയക്കണം. മുഴുവൻ നിങ്ങൾ വീട്ടിൽ നിന്നാണ് വായിക്കേണ്ടത്. അതിലെ കുറച്ച് ഭാഗം മാത്രം മിസ്സിന് വോയിസ് ആയിട്ട് അയച്ചു തരണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എങ്കിലും നമുക്ക് ഇനി പാഠഭാഗത്തിലെ മറ്റ് പ്രവർത്തനത്തിലോട്ട് പോവുക അല്ലേ. അപ്പോൾ നാടകമാക്കാം എന്നുള്ള പ്രവർത്തനം മക്കൾ ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ടതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്കുള്ളത് പറഞ്ഞതാര് വരച്ചു ചേർക്കാം എന്നുള്ളൊരു പ്രവർത്തനമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പാഠഭാഗത്തിലുള്ള 4 ഡയലോഗുകൾ നമുക്കവിടെ തന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ പാഠഭാഗത്തിലുള്ള കഥാപാത്രങ്ങളെ നമുക്കവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ നോക്കിക്കേ മക്കളെ. ആദ്യത്തത് നല്ല രുചിയുള്ള ചോര, പിന്നെ അയ്യോ വിശക്കുന്നേ എന്നുള്ളതാണ്, പിന്നെ ഈച്ചയെ ആട്ടിപ്പായിക്ക് എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഈച്ച എൻ്റെ പാത്രത്തിലിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 4 ഡയലോഗുകൾ ആരൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അവരുടെ ചിത്രത്തിലോട്ട് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കവിടെ സിദ്ധുവിനെ തന്നിട്ടുണ്ട്, മുത്തശ്ശിയെ തന്നിട്ടുണ്ട്, നമ്മുടെ കൊതുകിനെ തന്നിട്ടുണ്ട്, അതുപോലെ നമ്മുടെ കുറുമ്പൻ ഈച്ചയും തന്നിട്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഡയലോഗുകളും ആരൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കിയിട്ട് അതിലേക്ക് വരച്ചു ചേർക്കാം. ഓക്കെ മക്കളെ, നല്ല രുചിയുള്ള ചോര എന്ന് ആരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ കൊതുകായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കൊതുകിലോട്ട് ആ ഒരു ഡയലോഗ് വരച്ചു ചേർക്കാം. ഇനി അടുത്തത് അയ്യോ വിശക്കുന്നേ എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ കുറുമ്പൻ ഈച്ചയായിരുന്നു. അപ്പം നമുക്ക് അവനോട്ട് ആ ഡയലോഗ് വരച്ചു ചേർക്കാം. അടുത്തത് ഈച്ചയെ ആട്ടിപ്പായിക്ക് എന്ന് പറഞ്ഞത് ആരായിരുന്നു? നമ്മുടെ മുത്തശ്ശിയായിരുന്നു അല്ലേ. അപ്പം മുത്തശ്ശിയിലോട്ട് നമുക്ക് ആ ഡയലോഗ് വരയ്ക്കാം. പിന്നെ പറഞ്ഞത് ഈച്ച എൻ്റെ പാത്രത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതാരായിരുന്നു? നമ്മുടെ സിദ്ധു ആയിരുന്നു അല്ലേ. അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ഈച്ച വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അവൻ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഈച്ച എൻ്റെ പാത്രത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ മുത്തശ്ശിയോട്. ഓക്കെ മക്കളെ, അപ്പം ഇത്തരത്തിലാണ് മക്കൾ ആ ഒരു പ്രവർത്തനത്തിന് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാൻ നോക്കിക്കുക മക്കളെ. നാരങ്ങ വെള്ളം ഉണ്ടാക്കാം.
നോക്കിക്കുക മക്കളെ, വളരെ രസകരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് കേട്ടോ മക്കളെ. ഇത് നിങ്ങൾ ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രസമായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരുമൊക്കെ ഒത്തിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനാണ്. അപ്പോൾ നോക്കിക്കുക മക്കളെ, നമുക്ക് തന്നിട്ടുള്ള ഭാഗം ഒന്ന് വായിക്കാം, അതിനുശേഷം അതിലോട്ട് പോവാം കേട്ടോ. നോക്കിക്കുക മക്കളെ, അവധി ദിനമാണ്. എന്താണ്? അവധി ദിനമാണ്. സിദ്ധുവും കൂട്ടുകാരും കളിയോട് കളി തന്നെ. ഷോ, വല്ലാത്ത ദാഹം, നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. സിദ്ധു വീട്ടിലേക്കോടി. നാരങ്ങ എടുത്ത് മുറിച്ചു, വെള്ളമെടുത്തു. നീ കൈ കഴുകിയോ സിദ്ധു? മുത്തശ്ശി കണ്ടുപിടിച്ചു. അയ്യോ, കൈ കഴുകാൻ മറന്നുപോയി. നീ പാത്രം കഴുകിയോ സിദ്ധു? നാരങ്ങ കഴുകിയോ സിദ്ധു? നോക്കിക്കുക മക്കളെ, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അവധി ദിവസമായപ്പം നമ്മുടെ സിദ്ധുവും കൂട്ടുകാരും കളിക്കുകയാണല്ലേ. രാവിലെ തുടങ്ങിയിട്ടുള്ള കളിയാണ്. കുറേ കളിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? വല്ലാത്ത ദാഹം തോന്നി. അപ്പോൾ എന്ത് ചെയ്തു? അവർ നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അല്ലേ. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സിദ്ധു എന്ത് ചെയ്തു? വീട്ടിലേക്ക് ഓടിയതും നാരങ്ങ എടുത്ത് അവൻ മുറിക്കലും കഴിഞ്ഞു അല്ലേ. മുറിക്കുകയും ചെയ്തു, വെള്ളം എടുക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ മുത്തശ്ശി എന്ത് കണ്ടുപിടിച്ചു? അവന് കൈ കഴുകിയില്ല അല്ലേ. കൈ കഴുകാതെയാണ് നാരങ്ങ എടുത്തതും നാരങ്ങ മുറിച്ചതും ഒക്കെ അല്ലേ. അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ്, നീ കൈ കഴുകിയോ സിദ്ധു എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ അവൻ പറയണം, അയ്യോ, കൈ കഴുകാനായിട്ട് മറന്നുപോയി എന്ന് പറയുകയാണല്ലേ. അപ്പം മുത്തശ്ശി മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, നീ പാത്രം കഴുകിയോ സിദ്ധു? നീ നാരങ്ങ കഴുകിയോ സിദ്ധു? എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അതൊന്നും അവൻ ചെയ്തിട്ടില്ല. ഓക്കെ മക്കളെ, അപ്പോൾ മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇത്തരത്തിൽ ഒരു നാരങ്ങ വെള്ളമോ മറ്റോ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വൃത്തിയായിട്ടാണോ ചെയ്യാറുള്ളത്? അല്ലെങ്കിൽ സിദ്ധു ചെയ്ത പോലെ തന്നെ കളിക്കുന്നിടത്ത് നിന്ന് ഓടി വന്നിട്ട് കൈയൊന്നും വൃത്തിയാക്കി കഴുകാതെ ഇങ്ങനെ നാരങ്ങ വേഗം എടുത്തിട്ട് അത് അതേപടി മുറിച്ചൊക്കെയാണോ ഉണ്ടാക്കാറുള്ളത്? നമ്മൾ എങ്ങനെ വേണം ചെയ്യാനായിട്ട്? സിദ്ധു ചെയ്ത പോലെയാണോ? അല്ല അല്ലേ. നമ്മൾ കൈകളെല്ലാം കഴുകി വൃത്തിയായിട്ട്, അതായത് നമ്മൾ ശുചിത്വ ശീലങ്ങൾ പാലിച്ചുകൊണ്ട് വേണം എന്ത് തയ്യാറാക്കാനായിട്ട്? നാരങ്ങ വെള്ളം തയ്യാറാക്കാനായിട്ടല്ലേ. അപ്പോൾ മക്കളോടത്ത് പറയുന്നുണ്ട്, ശുചിത്വ ശീലങ്ങൾ പാലിച്ച് നമുക്ക് ക്ലാസ്സിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മക്കളെ നാരങ്ങ വെള്ളം ഉണ്ടാക്കേണ്ടത്? അത് മക്കളുടെ വർക്ക് ബുക്കിൽ നിങ്ങൾക്ക് പ്രവർത്തനമായിട്ട് എഴുതാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ബുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് നമ്മൾ അവിടെ ടീച്ചർ ഉണ്ടാക്കുന്ന രീതിയൊക്കെ മക്കൾക്ക് അവിടെ പറഞ്ഞു തരൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ശുചിത്വ ശീലങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത് മക്കളെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ ഇവിടെ നോക്കിക്കേ, മിസ് ഇവിടെ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്ന രീതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വർക്ക് ബുക്കിലെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ കാര്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കിക്കുക, ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയാണ്? നാരങ്ങ 2 എണ്ണം. ഇനി നിങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? 1 എടുത്താൽ മതി കേട്ടോ. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം 4 ഗ്ലാസ് അല്ലേ. നമ്മൾ പച്ചവെള്ളത്തിലൊന്നും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഇങ്ങനെ വെള്ളമൊന്നും കലക്കി കുടിക്കാനായിട്ട് പാടില്ല അല്ലേ. ഒരുപാട് അസുഖങ്ങൾ വരാൻ അത് ഇടയാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? തിളപ്പിച്ചാറിയ വെള്ളം മക്കൾ അതിനായിട്ട് ഉപയോഗിച്ചാൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എടുക്കേണ്ടത് എന്താണ് മക്കളെ? നമുക്ക് ഉപ്പ്, അതുപോലെ തന്നെ പഞ്ചസാര അല്ലേ. ഇത് രണ്ടും എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമായിട്ടുണ്ട് അല്ലേ. ഉപ്പ്, നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കുടിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടായിരിക്കും. അപ്പോൾ ഉപ്പ് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യുക? കൂട്ടുകാർ ഉപ്പെടുക്കുക. പഞ്ചസാര ഇട്ടിട്ടാണ് നിങ്ങൾക്ക് നാരങ്ങ വെള്ളം വേണ്ടതെങ്കിൽ മക്കൾ പഞ്ചസാരയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നിങ്ങൾ കുറച്ച് നിർദ്ദേശങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഏതു ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പും കൈകൾ വൃത്തിയായി കഴുകണം. നാരങ്ങ വൃത്തിയായി കഴുകിയെടുക്കണേ. മാത്രമല്ല വൃത്തിയുള്ള ഉണങ്ങിയ തുണി കൊണ്ട് നാരങ്ങ നന്നായി തുടച്ചെടുക്കുകയും വേണം. വൃത്തിയുള്ള കത്തി ഉപയോഗിച്ച് നാരങ്ങ 2ആയി മുറിക്കുക. കത്തിയുടെ തുമ്പ് ഉപയോഗിച്ച് ശ്രദ്ധയോടെ കുരുവെല്ലാം എടുത്തു കളയണം. കഴുകി വൃത്തിയാക്കിയ കപ്പിലേക്ക് നാരങ്ങ ഓരോന്നായി പിഴിഞ്ഞൊഴിക്കണം. അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം, ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നാരങ്ങ വെള്ളം തയ്യാറല്ലേ. വളരെ സിമ്പിളാണ് അല്ലേ. അപ്പോൾ ഉപ്പാണ് മക്കൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പഞ്ചസാരയാണ് മക്കൾക്ക് വേണ്ടതെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ മിസ് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ശുചിത്വ ശീലങ്ങളും പാലിച്ചുകൊണ്ട് വേണം മക്കൾ നാരങ്ങ വെള്ളം തയ്യാറാക്കാനായിട്ട്. ഓക്കെ മക്കളെ, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. അപ്പം നാരങ്ങ വെള്ളമൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ തയ്യാറാക്കിയതിന് ശേഷം ചെയ്യേണ്ട ഒരു ഭാഗമാണ് വിലയിരുത്താം എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ ചെയ്തത്, ഞാൻ ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് 2 കോളം അവിടെ തന്നിട്ടുണ്ട്. അപ്പം മക്കൾ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്ന സമയത്ത് കൈ കഴുകിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ചെയ്തത് എന്നുള്ള കോളത്തിൽ ടിക്ക് ഇടുക. ഇനി കൈ കഴുകിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ചെയ്യാത്തത് എന്നുള്ള കോളത്തിൽ നിങ്ങൾ ഈ തെറ്റ് മാർക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ മക്കളെ, അപ്പം മിസ് ഇവിടെ ചെയ്തപ്പോൾ ഉള്ള കാര്യമാണ് മിസ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. മക്കൾ ചെയ്തപ്പോൾ ഉള്ള കാര്യം നിങ്ങൾ അതിനനുസരിച്ച് വിലയിരുത്തി എഴുതുക കേട്ടോ. അപ്പോൾ കൈ കഴുകി എന്നുള്ളിടത്ത് മിസ് ടിക്കിട്ടു. ഇനി നാരങ്ങ ചെയ്തോ കഴുകി എന്നുള്ളിടത്ത് മിസ് എന്ത് ചെയ്തു, ചെയ്തത് കൊണ്ട് അവിടെ ടിക്കിട്ടു. പാത്രം കഴുകിയതും മിസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ടിക്കിട്ടു. ഇനി തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചു, അതാണ് ഉപയോഗിച്ചതെങ്കിൽ എന്ത് ചെയ്യുക, മിസ് മക്കൾ അവിടെയും ശരിയിടുക. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, അവിടെ വിലയിരുത്തൽ നടത്തുക. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. ഞങ്ങൾ രോഗം പരത്തും എന്നുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, ചിത്രം നോക്കൂ. ഈ ജീവികൾ പരത്തുന്ന രോഗങ്ങൾ കണ്ടെത്തി എഴുതാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ എലി, അതുപോലെ തന്നെ ഈച്ച, കൊതുക്, അതുപോലെ തന്നെ വവ്വാൽ അല്ലേ, ഇവയുടെ 4 പേരുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവ ഓരോരുത്തരും പരത്തുന്ന രോഗം ഏതാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അവിടെ മക്കളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ, കോളത്തിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മക്കൾ ആൻസർ സെലക്ട് ചെയ്താൽ മാത്രം മതി. ആദ്യം എന്താണ് തന്നിട്ടുള്ളത്, എലിയുടെ ചിത്രമാണ് അല്ലേ. എലി പരത്തുന്ന രോഗം എന്താണ് മക്കളെ, എലി പരത്തുന്നത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, എന്താണ്, എലിപ്പനിയാണ് കേട്ടോ. അപ്പം മക്കൾ അവിടെ എന്ത് എഴുതണം, എലിപ്പനി എന്ന് എഴുതണം. ഓക്കെ മക്കളെ, ഇനി നമുക്കവിടെ നമ്മുടെ കൊതുകിനെ തന്നിട്ടില്ലേ, കൊതുക് പരത്തുന്ന രോഗം എന്താണ് മക്കളെ, മന്ത് ആര് പരത്തുന്ന രോഗമാണ്, കൊതുക് പരത്തുന്ന രോഗമാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്താം, മന്ത് എന്നുള്ളത് കൊതുക് പരത്തുന്ന രോഗമായിട്ട് നമുക്ക് അവിടെ എഴുതാം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈച്ച പരത്തുന്ന രോഗം എന്താണ് മക്കളെ, കോളറ അല്ലേ. കോളർ ആര് പരത്തുന്ന രോഗമാണ്, ഈച്ച പരത്തുന്ന രോഗമാണ്. പിന്നെ നമ്മുടെ നിപ്പ അല്ലേ, നിപ്പ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എന്താണ്, വവ്വാൽ പരത്തുന്ന രോഗമാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, തന്നിട്ടുള്ള പ്രവർത്തനം പൂർത്തീകരിച്ച് എഴുതേണ്ടത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ രോഗങ്ങളുടെയൊക്കെ പേര് മിസ് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് നോട്ടായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്കൂട്ട് പോവാം. അത് നിങ്ങളുടെ സ്കൂളിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ. നോക്കിക്കേ, അടുക്കള സന്ദർശിക്കാം എന്നുള്ളൊരു പ്രവർത്തനമാണ്. നോക്കിക്കേ മക്കളെ, സിദ്ധുവും കൂട്ടുകാരും സ്കൂളിലെ അടുക്കള സന്ദർശനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ സൂചകങ്ങൾ നോക്കൂ. ഈ സൂചകങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മക്കൾ നിങ്ങളുടെ സ്കൂളിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഇവിടെ നമ്മുടെ സിദ്ധുവും കൂട്ടുകാരും അവരുടെ സ്കൂളിലെ അടുക്കള സന്ദർശിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സൂചകങ്ങളാണ്. അപ്പോൾ ആ ഒരു സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കളയും മക്കൾ എന്ത് ചെയ്യണം, സന്ദർശിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് ഇവിടെ മിസ് ഇപ്പോൾ ഈ സൂചകയുടെ അടിസ്ഥാനത്തിൽ മിസ് എന്ത് ചെയ്യുക, മിസ് നമ്മുടെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ചപ്പോഴുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മിസ് ഇവിടെ സൂചകങ്ങൾ ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കാം. മക്കൾ നിങ്ങളുടെ സ്കൂളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പൂർത്തീകരിക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ആദ്യം തന്നിട്ടുള്ള സൂചകം എന്താണ്, അടുക്കളയും പരിസരവും വൃത്തിയുള്ളതാണ്. അപ്പം മിസ്സിൻ്റെ സ്കൂളിൻ്റെ അടുക്കളയും പരിസരം എല്ലാം വൃത്തിയുള്ളതായതുകൊണ്ട് തന്നെ മിസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടിക്ക് ഇടുന്നുണ്ട് കേട്ടോ. മക്കൾ നിങ്ങളുടെ സ്കൂളിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അരിയും മറ്റു സാധനങ്ങളും ശരിയായി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ശരിയായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മിസ് അവിടെ ടിക്ക് ഇടുകയാണ്. അടുത്തത്, പാചകത്തിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത നോക്കിക്കുക മക്കളെ, അരിയും പച്ചക്കറികളും മറ്റും പാചകത്തിന് മുമ്പ് ശരിയായ രീതിയിൽ കഴുകുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത്, ശുദ്ധമായ വെള്ളമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ ടിക്ക് ഇട്ടു. അടുത്തത്, പാചകം ചെയ്ത സാധനങ്ങൾ ശരിയായ രീതിയിൽ അടച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. പാചകം ചെയ്യുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, പാചകം ചെയ്തതിന് ശേഷം അത് ശരിയായിട്ട് അടച്ചു വെക്കാൻ കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അടുത്തത്, അടുക്കളയിലെ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നുണ്ട്, അപ്പോൾ അതും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മിസ് അവിടെ ടിക്കറ്റാണ്. പിന്നെ അടുത്തത്, പാചകക്കാർ ഏപ്രണും അതുപോലെ തന്നെ തലയിൽ തൊപ്പിയും ധരിച്ചിട്ടുണ്ട്, അപ്പോൾ അതും എന്ത് ചെയ്യുകയാണ്, മിസ് ശരിയിടാണ്. ദെൻ പാചകക്കാർ വ്യക്തി ശുചിത്വവും പാലിക്കുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതും മിസ് എന്ത് ചെയ്യാണ്, ടിക്കറ്റാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് മക്കൾ നോക്കുക, ഈ ഒരു നമ്മുടെ സൂചകത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ശരിയായ രീതിയിലാണോ ചെയ്യുന്നത് എന്നുള്ളത് മക്കൾ നോക്കുക. ശരിയാണെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, തന്നിട്ടുള്ള എല്ലാ കോളത്തിലും അവിടെ ടിക്കറ്റ് ആവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
അടുക്കള സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചല്ലോ, കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യോ, ഹെഡ്മാസ്റ്റർക്ക് നൽകാൻ ഒരു കത്ത് തയ്യാറാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ അടുക്കളയിൽ കണ്ടിട്ടുള്ളതും അവിടെ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഹെഡ് മാസ്റ്റർക്ക് ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മിസ്സിന് ഇവിടെ അടുക്കള സന്ദർശിച്ച സമയത്ത് എല്ലാം നല്ല കാര്യങ്ങളായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ളൊരു കത്താണ് മിസ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. മക്കൾ നിങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കത്ത് തയ്യാറാക്കാനായിട്ട് കേട്ടോ. അപ്പം നോക്കിക്കുക മക്കളെ, നമ്മളവിടെ കത്ത് തയ്യാറാക്കുമ്പോൾ ഡേറ്റ് മിസ് കൊടുത്തിട്ടുണ്ട്. സ്ഥലം മക്കൾ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം കത്ത് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അറിയുന്നതിന് ഞങ്ങൾ 2ാം ക്ലാസ്സിലെ കുട്ടികൾ ഇന്ന് നമ്മുടെ സ്കൂൾ അടുക്കള സന്ദർശിക്കുകയുണ്ടായി. വളരെ വൃത്തിയുള്ള സാഹചര്യത്തിലാണ് അവിടെ ആഹാരം പാകം ചെയ്യുന്നതെന്ന് കണ്ടു. പച്ചക്കറികൾ നന്നായി കഴുകുന്നതും ഭക്ഷണം പാകം ചെയ്യുന്ന ചേച്ചിമാർ ഏപ്രണും തലയിൽ തൊപ്പിയും ധരിച്ച് വൃത്തിയായി ജോലി ചെയ്യുന്നതും ഞങ്ങൾ ശ്രദ്ധിച്ചു. ഇന്നത്തെ ഉച്ചഭക്ഷണം വളരെ രുചികരമായിരുന്നു. അടുക്കളയിൽ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. പാചകം ചെയ്ത ഭക്ഷണങ്ങൾ എല്ലാം പാത്രത്തിലാക്കി അടച്ച് വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്നും നല്ല ഭക്ഷണം നൽകുന്നതിന് വലിയ നന്ദി. വിശ്വസ്തയോടെ 2ാം ക്ലാസ്സിലെ കുട്ടികൾ. അപ്പം ഇത്തരത്തിൽ കൂട്ടുകാർക്ക് ഒരു കത്ത് നിങ്ങളുടെ ആ ഒരു അടുക്കള സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? എങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം കേട്ടോ. നോക്കിക്കേ മക്കളെ, നമുക്കിനി അവിടെ ഒരു ടെലിവിഷനിലെ ചില വാർത്തകളാണ് തന്നിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട്? പനി പടരുന്നു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ പിക്ചറൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് വാർത്ത എന്താണ് മക്കളെ നോക്കിക്കേ. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഞ്ജരി. മഴക്കാലം തുടങ്ങിയതോടെ രോഗങ്ങളും വരവായി. പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് 100 കണക്കിന് ആളുകളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എലിയും ഈച്ചയും കൊതുകും പെരുകിയതാണ് രോഗകാരണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പരിസര ശുചീകരണത്തിനായി എല്ലാ ഞായറാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടു. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള പ്രധാന വാർത്ത അല്ലേ. എന്തുകൊണ്ടാണ് പനി പടരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? മഴക്കാലമായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എലിയും ഈച്ചയും കൊതുകും ഒക്കെ പെരുകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവർ പെരുകിയതാണ് ഇത്തരത്തിൽ രോഗം പടരാനായിട്ട് കാരണമായത് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം എല്ലാ ഞായറാഴ്ചയും എന്ത് ആചരിക്കണം? ഡ്രൈ ഡേ ആചരിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കവിടെ വാർത്തയിൽ പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് മക്കളെ ഡ്രൈ ഡേ എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ നമ്മുടെ പാഠഭാഗം വായിച്ചവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊതുക് മുട്ടയിടുന്നത് കെട്ടിക്കിടക്കുന്ന ജലത്തിലാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അവ വളരെ ചെറിയ കാലയളവിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യും? അവ മുട്ടയിട്ട് പെരുകുന്നുണ്ട്. അപ്പം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ചുറ്റുപാടുമൊക്കെ വൃത്തിയാക്കുകയാണ് അല്ലേ. കെട്ടിക്കിടക്കുന്ന ചിരട്ടയിലോ അല്ലെങ്കിൽ മറ്റ് ഒഴിഞ്ഞ പാത്രങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ എന്ത് ചെയ്യും? നമ്മൾ മറച്ചിടൂല, അതൊക്കെ നമ്മൾ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി എന്ത് സംഭവിക്കുന്നുണ്ട് മക്കളെ? ഈ കൊതുകുകൾ മുട്ടയിട്ട് വെച്ചതൊക്കെ എന്ത് ചെയ്യുന്നത്? നശിക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ അവ എന്ത് ചെയ്യും? പെരുകയാണ് ചെയ്യുന്നതല്ലേ. മുട്ടയിട്ട് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവയെ നശിപ്പിച്ചില്ല കൂടുതൽ എണ്ണം എന്ത് ചെയ്യും? നമ്മുടെ ചുറ്റുപാടിലും അങ്ങനെ ഉണ്ടാവാനും അതുവഴി നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനും സാധ്യതയാവുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ എല്ലാ ആഴ്ചയിലും എന്ത് ചെയ്യണം മക്കളെ? ഡ്രൈ ഡേ ആചരിക്കണം. അതായത് നമ്മുടെ വീടും ചുറ്റുപാടും പരിസരവും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയാക്കുക ചെയ്യണം അല്ലേ. എങ്കിലേ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് അസുഖത്തിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെലിവിഷനിൽ വന്നിട്ടുള്ള വാർത്ത അല്ലേ. ഇനി നമുക്ക് അവിടെ കുറച്ച് പത്രവാർത്തയാണ് തന്നിട്ടുള്ളത്. നോക്കിക്കുക മക്കളെ, എന്താണ്? ഭക്ഷ്യ വിഷബാധ, 4 പേർ ആശുപത്രിയിൽ. അടുത്തത് ഹോട്ടലുകളിൽ പരിശോധന, പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. ഇനി അടുത്ത് നോക്കിക്കുക മക്കളെ, പത്രവാർത്തകൾ വായിച്ചല്ലോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങളാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് മക്കളെ നമുക്കവിടെ വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് നമ്മുടെ ഹോട്ടലുകളിലൊക്കെ എന്താണ്? വൃത്തിയില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് പറയുന്നുണ്ടല്ലേ. അതായത് ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഈ പഴകിയ ഭക്ഷണം തന്നെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നമുക്കൊക്കെ ഭക്ഷിക്കാനായിട്ട് തരുന്നതില്ല. അപ്പോൾ അതുവഴി ഒരുപാട് അസുഖങ്ങളില്ലേ, ഭക്ഷ്യവിഷബാധയൊക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ.
അതുപോലെ തന്നെ പഴകിയ ഭക്ഷണം കണ്ടെത്തിയതിനെക്കുറിച്ച് നമുക്ക് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ട് ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലായിട്ടുള്ള കാര്യവും എന്ത് ചെയ്യുന്നുണ്ട്, പത്രവാർത്തയിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അവിടെ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അതുപോലെ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞത് കൂടുതൽ വാർത്തകൾ കണ്ടെത്തി എഴുതാം. അപ്പോൾ മക്കൾക്ക് പത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ദിനംപ്രതി വായിക്കാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ കാണാനായിട്ട് പറ്റുന്ന വാർത്തകളാണ് ഇത്തരത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ. അപ്പം അത് കൂടുതൽ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം മിസ് അവിടെ കുറച്ച് എക്സാമ്പിളുകൾ കൊടുത്തിട്ട് നോക്കിക്കേ. ഭക്ഷ്യവിഷബാധ, ഹോട്ടൽ ഭക്ഷണം കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം, പരിശോധന ശക്തം. പഴകിയ ഭക്ഷണം വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി, 3 ഹോട്ടലുകൾ പൂട്ടി. അതായത് ഷവർമയും ഷവായും കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു. ഹോട്ടലിൽ നിന്ന് ചിക്കൻ കഴിച്ച 10ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. കുഴിമന്തി കഴിച്ച് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പത്രത്തിൽ ദിനംപ്രതി കണ്ടുവരുന്ന വാർത്തകളാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം കണ്ടുപിടിച്ചിട്ട് കൂടുതൽ അതിലേക്ക് ഉൾപ്പെടുത്തുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോകാം. നോക്കിക്കേ, ശുചിത്വ സന്ദേശ റാലി. സിദ്ധുവിൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ശുചിത്വ സന്ദേശ റാലി നടത്താൻ ഒരുങ്ങുകയാണ്. സന്ദേശവാക്യങ്ങളുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കണം. എന്തൊക്കെ വാക്യങ്ങളാണ് എഴുതേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നമുക്ക് അവിടെ ഒരു പ്ലക്കാർഡിൽ തന്നിട്ടുണ്ടല്ലേ, എന്താണ്, ഭക്ഷണം വലിച്ചെറിയരുത് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്തൊക്കെ വാക്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മക്കൾക്ക് അവിടെ എഴുതാനായിട്ട് പറ്റുന്ന കുറച്ച് വാക്യങ്ങളൊക്കെ മിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഒന്ന് വൃത്തിയാണ് ആരോഗ്യം എന്നുള്ളത് നമുക്കൊരു പ്ലക്കാർഡിൽ എഴുതാം അല്ലേ. പിന്നെ കൈകൾ കഴുകൂ, ആരോഗ്യം കാക്കൂ. അതുപോലെ ശുചിത്വം പാലിക്കാം, രോഗം ഒഴിവാക്കാം. പിന്നെ അഴുക്ക് മാറ്റാം, അഴക് വരുത്താം. ശുചിത്വം നമുക്കൊരു ശീലമാക്കാം. അപ്പോൾ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സന്ദേശങ്ങളെല്ലാം മക്കൾക്ക് അവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നടത്തുന്ന ശുചിത്വ സന്ദേശ റാലി എല്ലാവരെയും അറിയിക്കാനായിട്ട് സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പതിക്കുന്നതിനായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് ശുചിത്വ സന്ദേശ റാലി എന്ന് പറഞ്ഞിട്ട് ഒരു പേരൊക്കെ കൊടുക്കാം അല്ലേ. നോക്കിക്കേ മക്കളെ, നമുക്കെല്ലാം ചേർന്ന് വൃത്തിയുള്ള സ്കൂൾ സ്വപ്നം കാണാം. നാളെ 20/11/2025 നമ്മുടെ സ്കൂളിൽ ശുചിത്വ സന്ദേശ റാലി നടക്കുന്നു. എല്ലാ കുട്ടികളും അധ്യാപകരും പങ്കെടുക്കണം. റാലിയുടെ സന്ദേശങ്ങൾ: വൃത്തിയാണ് ആരോഗ്യം, കൈകൾ നന്നായി കഴുകൂ, മാലിന്യം കുപ്പയിൽ മാത്രം ഇടൂ, സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കൂ, ശുദ്ധഭക്ഷണം കഴിക്കൂ, വെള്ളം പാഴാക്കരുത്, സമയം 10 AM, സ്ഥലം സ്കൂൾ മൈതാനം. അപ്പോൾ ഇത്തരത്തിൽ ചെറിയൊരു പോസ്റ്റർ മക്കൾ തയ്യാറാക്കിയാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ. ഇനി നമുക്ക് പാടാം രസിക്കാം എന്ന് പറഞ്ഞ് ചെറിയൊരു പാട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, എന്താണ്, കുട്ടികളല്ലേ ചന്തങ്ങൾ എന്നതാണേ. നോക്കൂ, പാവക്കുട്ടി ചെളിയിൽ വീണു, തിത്തക തെയ്തക തെയ്താരം, ഓടിച്ചെന്നു വാരിയെടുത്തു, ഉണക്കി കുഞ്ഞൂട്ടൻ, പാലുകൊടുത്ത് പാടിയുറക്കാൻ മാറിൽ ചേർക്കും നേരത്ത്, കുതറിച്ചാടി പാവക്കുട്ടി, ചെളിയാക്കരുതേ കുഞ്ഞൂട്ട, കയ്യിൽ കാലിൽ ചെളിയുണ്ട്, നഖത്തിനുള്ളിൽ ചെളിയുണ്ട്, മേലാകെ ചെളിയാണല്ലോ, ഇന്ന് കുളിച്ചിട്ടില്ലേ നീ, അയ്യേ കഷ്ടം കുഞ്ഞൂട്ട, കുട്ടികളല്ലേ ചന്തങ്ങൾ. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? പാവക്കുട്ടി ചെളിയിൽ വീണപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ കുഞ്ഞൂട്ടൻ എന്ത് ചെയ്തു, ഓടിച്ചെന്ന് അതിനെ വാരിയെടുത്തു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ നന്നായിട്ട് കഴുകിയൊക്കെ ഉണക്കി അതിന് പാല് കൊടുത്ത് ഉറക്കാനായിട്ട് അതിനെ മാറിൽ ചേർക്കുന്ന നേരം, അതായത് അതിനെ നെഞ്ചോട് ചേർക്കുന്ന നേരത്ത് പാവക്കുട്ടി എന്ത് ചെയ്തു, കുതറിച്ചാടിയില്ലേ. എന്നിട്ട് കുഞ്ഞൂട്ടനോട് പറയാം, അയ്യേ ചെളിയാക്കല്ലേ എന്ന് പറയാണ്ടേ. എന്നിട്ട് കുഞ്ഞൂട്ടൻ എന്ത് പറയാണ്, നിൻ്റെ കയ്യിലും കാലിലും അതുപോലെ തന്നെ നെഖത്തിനുള്ളിലും മേലാകെയൊക്കെ എന്തുണ്ട്, ചെളിയുണ്ട്, നീ ഇന്ന് കുളിച്ചിട്ടില്ലേ, അയ്യേ കഷ്ടം എന്നൊക്കെ ആര് പറയാണ്, പാവക്കുട്ടി കുഞ്ഞൂട്ടനോട് പറയാണല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പാടി നോക്കുക കേട്ടോ. മിസ്സ് അത് പാടാനായിട്ടുള്ള ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കൾ പാട്ട് കേട്ടിട്ട് നന്നായിട്ട് മക്കൾ ഇണത്തിൽ പാടി നോക്കണേ. അവിടെ മക്കൾക്ക് ചെറിയൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. മാറിൽ ചേർക്കുന്ന നേരത്ത് പാവക്കുട്ടി കുതറിച്ചാടിയത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണ് മക്കളെ? കുഞ്ഞൂട്ടൻ്റെ കയ്യിലും കാലിലും അതുപോലെ തന്നെ നെഖത്തിലും മേലാകെയും എന്തുണ്ട്, ചെളിയുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ പാവക്കുട്ടി കുതറിച്ചാടിയിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആരോഗ്യം സമ്പത്ത് എന്നുള്ള പാഠഭാഗത്തിൽ ടെക്സ്റ്റ് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അതിലെ പ്രവർത്തനങ്ങളും ഒക്കെ കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം,
അടുത്തൊരു മലയാളം ക്ലാസ്സിൽ നമ്മുടെ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലെ നമ്മുടെ വർക്ക് ബുക്കിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. അപ്പം മക്കൾ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കണ്ടിരിക്കുക. നിങ്ങളുടെ സ്കൂളിൽ ഈ ഒരു പാഠഭാഗം എടുക്കുന്ന സമയത്ത് അവിടെ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള നോട്ടുകളൊക്കെ മക്കൾ നോക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ സ്കൂളിൽ എടുക്കുന്നതിന് മുന്നേ മക്കൾ നന്നായിട്ട് പാഠഭാഗമൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. മിസ് പറഞ്ഞത് മറക്കരുത്. ക്ലാസ്സിന് ശേഷം മക്കൾ 2 പ്രാവശ്യം നിങ്ങളുടെ ചാപ്റ്റേഴ്സ് മുഴുവനായിട്ട് വായിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പേജ് വായിക്കുന്ന വോയിസ് നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മിസ്സിന് പേഴ്സണലായിട്ടോ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.